പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഫ്രൂട്ട് സാലഡാണ്. കസ്റ്റാർഡ് പൗഡർ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സാലഡാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മൾ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു 1/4 കപ്പ്, അതായത് 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാ വെള്ളമാണ് കേട്ടോ, ചൂടുവെള്ളമല്ല. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്താക്കി എടുക്കണം കേട്ടോ. ഗോതമ്പ് പൊടി ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചു. ഓക്കെ, ഒട്ടും കട്ടയില്ലാതെ നോക്കണം. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് 1/2 ലിറ്റർ അല്ലെങ്കിൽ 2 കപ്പ് പാല്, പശുവും പാല് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിക്കാം. അപ്പോൾ 2 കപ്പ് പാലും 1/4 കപ്പ് വെള്ളവും. ഇതൊന്ന് ചൂടായി വരട്ടെ. തിളയ്ക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. പാല് കുറച്ചൊന്ന് ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഏകദേശം ഒരു 6 അല്ലെങ്കിൽ 7 ടേബിൾ സ്പൂണോളം, ഏകദേശം 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ് മിൽക്ക് വേണമെങ്കിലും ചേർക്കാം. കണ്ടൻസ് മിൽക്ക് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അതും മധുരം എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമ്മൾ തണുപ്പിച്ച് കഴിക്കുന്നതാകുമ്പം തണുത്ത് കഴിയുമ്പോൾ ഒരു ഇച്ചിരി മധുരം കുറയുന്ന പോലെ തോന്നും. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം പഞ്ചസാര ആയാലും കണ്ടൻസ് മിൽക്ക് ആയാലും ചേർക്കാനായിട്ട്. അപ്പോൾ ഈ പഞ്ചസാര നല്ലോണം അലിഞ്ഞ് വരട്ടെ. അപ്പോൾ പാലിൽ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു. ഇപ്പോൾ ഇത് ചെറുതായിട്ട് തിളച്ച് തുടങ്ങുന്ന ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ച ഗോതമ്പ് പൊടി ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഒഴിക്കുമ്പോൾ തന്നെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം പെട്ടെന്ന് അല്ലെങ്കിൽ കുറുകി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ തീ കൂട്ടി വെച്ച് ഇളക്കി കൊടുക്കാതിരുന്നാൽ കട്ട പിടിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ ഗോതമ്പ് പൊടിയുടെ പച്ച ചൊവയുണ്ടല്ലോ, അത് നന്നായിട്ട് മാറണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തീ കൂട്ടിയിട്ട് പെട്ടെന്ന് കുറുക്കിയെടുത്താലും ആ ചൊവ മാറാതിരിക്കും. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ചെറിയ തീയിലിട്ട് ഇളക്കി കഴിയുമ്പോൾ ഇത് പാകത്തിന് കുറുകി വരും. ഇതുപോലെ മതി കേട്ടോ. നമ്മൾ സാധാരണ കസ്റ്റാർഡ് പൗഡർ കുറുക്കി എടുക്കത്തില്ല, അതുപോലെ തന്നെ തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയാവും. അത് കണക്കാക്കിയിട്ട് വേണം ആദ്യം നമ്മൾ കുറുക്കി വെക്കാനായിട്ട്. ഇനി ഇതിനകത്ത് ഇഷ്ടമുള്ള എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ പൈനാപ്പിൾ എസൻസ് ആണ് ചേർക്കാൻ പോകുന്നത്. ഇത് ഫ്രൂട്ട് സാലഡ് ആയതുകൊണ്ട് തന്നെ പൈനാപ്പിൾ എസൻസ് കുറച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർക്കാം. ഇനി ഇത് രണ്ടും, ഇപ്പോൾ പൈനാപ്പിളും വാനില എസൻസും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ആണെങ്കിലും ചേർത്ത് കൊടുക്കാവേ. ഏറ്റവും നല്ലത് പൈനാപ്പിൾ എസൻസ് ആണ്. അപ്പോൾ അതൊരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ ആ ഒരു അളവിൽ ചേർത്താൽ മതി. ആദ്യം 1/4 ടീസ്പൂൺ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൂടുതൽ വേണമെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഇതിൻ്റെ ചൂട് മാറിക്കഴിയുമ്പം ഫ്രിഡ്ജിൽ ഒരു 1-2 മണിക്കൂർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ച് എടുക്കണം. അപ്പോൾ കസ്റ്റാർഡ് തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ റെഡിയാക്കി വെക്കാം. ഞാൻ ഇന്നിപ്പോൾ ഒരു ആപ്പിളും ഒരു ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം കേട്ടോ. സാധാരണ ഫ്രൂട്ട് സാലഡിൽ എടുക്കുന്ന ഏത് ഫ്രൂട്ട്സും യൂസ് ചെയ്യാം. ഇതിനകത്തേക്ക് ഒരല്പം നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു ചെറിയ നാരങ്ങയുടെ പകുതി ഞാൻ ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണേ. നാരങ്ങ നീര് ഒഴിക്കുമ്പം ആ ഫ്രൂട്ട്സിൽ ചെറിയൊരു പുളിരസം ഉണ്ടാവും. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ്. വെറുതെ ഫ്രൂട്ട്സ് ചേർക്കുന്നേക്കാളും ടേസ്റ്റാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമ്മളിത് നേരത്തെ റെഡിയാക്കി വെച്ച, ഞാൻ ഒരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത കസ്റ്റാർഡാണ് കേട്ടോ. കണ്ടോ, നല്ലോണം ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്തേക്ക് നമുക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് നട്ട്സും കൂടി ചേർത്താൽ കൂടുതൽ നല്ലതാണ്. അപ്പം ഞാൻ ഒരു ചെറിയ പിടി കാഷ്യൂനട്ട് കൈവച്ച് തന്നെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പൊടിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു. ഇതിൻ്റെ കൂടെ ബദാം, പിസ്ത, അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാന്ന് വെച്ചാൽ ചേർക്കാം. അതിടയ്ക്ക് ഇങ്ങനെ ആ ഒരു നട്ട്സും കൂടി കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഫ്രൂട്ട്സിൻ്റെ കൂടെ. ഓക്കെ, അപ്പം നല്ലോണം മിക്സ് ചെയ്തെടുത്തു. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്രൂട്ട് സാലഡ് റെഡി ആയിട്ടുണ്ട്.
നല്ല എളുപ്പമല്ലേ? നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്നും വീട്ടിലില്ലെങ്കിൽ പോലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് ഒരു ഗസ്റ്റ് ഒക്കെ വരുമ്പോഴായാലും ഉണ്ടാക്കി കൊടുക്കാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ ഹോട്ടലുകളിൽ നിന്നൊക്കെ കിട്ടുമ്പം കുറച്ച് ഐസ്ക്രീം ഉണ്ടാവും അതിൻ്റെ കൂടെ, പിന്നെ കുറച്ച് കോൺഫ്ലേക്സ് ഒക്കെ മുകളിലൊന്ന് സെർവ് ചെയ്യുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടാവുമല്ലോ. ട്യൂട്ടി ഫ്രൂട്ടി, ചെറി, അതൊക്കെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ആ സെർവ് ചെയ്യുന്ന സമയത്ത് അതും കൂടി കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അതല്ല, വെറുതെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഈ ഒരു ഇത്ര സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയാലും നല്ല സൂപ്പറാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.